വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും യേശുനാമത്തിൽ ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം 4:7 വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിനേക്കാളേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷത്തേക്കാൾ ഉപരിയാണ്. അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു വികാരമാണ്. യേശുവിനെ മുറുകെ പിടിച്ച വ്യക്തികൾക്ക് മാത്രമേ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ജീവിത അനുഭവത്തിലേക്ക് കടക്കാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അകന്ന ബന്ധു കൂടെയായിരുന്ന ഒരു ചേച്ചി വളരെ കഷ്ടപ്പെട്ട് എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഈ ചേച്ചിക്ക് സുഖമില്ല എന്ന് മാത്രം ഞാൻ അറിഞ്ഞിരുന്നു. വിശദ വിവരങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഏറെ കഷ്ടപ്പെട്ട് ചേച്ചി സംസാരിക്കാൻ ആരംഭിച്ചു. പ്രോഗ്രാമുകളൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്കതുകൊണ്ട് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. ഞാൻ കുശല അന്വേഷണങ്ങളെല്ലാം തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കും ഏറെ ദുഃഖം തോന്നിത്തുടങ്ങി. ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിരിക്കുകയാണ്. എടുക്കാവുന്ന എല്ലാ ചികിത്സകളും എടുത്തു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ചേച്ചി പറഞ്ഞു, എൻ്റെ ദേഹം മൊത്തം പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രസ്റ്റ് എടുത്തു കളഞ്ഞാണ്, അടുത്ത ബ്രസ്റ്റും ഇപ്പോൾ പഴുത്തതുപോലെയാണ് ഇരിക്കുന്നത്. റേഡിയേഷനൊക്കെ എടുത്തതിൻ്റെ അനന്തരഫലമായിട്ടാണ് മുൻഭാഗം പ്ലസ് പുറം എല്ലാം ചെതുമ്പൽ പോലെ പൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് ഇടാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും മറ്റുള്ളവർ വരുമ്പോൾ അവരുടെ മുമ്പിൽ ഇരിക്കാനും അവർക്കും കൂടെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്നോട് ഒരു ദിവസം ചേച്ചിയെ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. കോവിഡൊക്കെ ആയിരുന്ന സമയമാണ്. ആരും അധികം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല. മാത്രമല്ല, ചികിത്സയൊക്കെ എടുത്തിരിക്കുന്ന ചേച്ചിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൂടെ സന്ദർശകരൊന്നും അധികം അവിടെ ചെല്ലാറില്ലായിരുന്നു. ചേച്ചി എന്നോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ: നീ വന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇനി അധികം നാൾ ജീവിക്കില്ല എന്ന് എനിക്ക് കൃത്യമായി അറിയാം. എൻ്റെ ഈ അവസ്ഥ നിന്നോടൊന്ന് ചെറുതായിട്ടെങ്കിലും സൂചിപ്പിക്കണം. ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സഹനം നിനക്കാകുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ചയ്ക്കുള്ളിൽ ചേച്ചിയെ ചെന്ന് ഞാൻ കാണാനിടയായി. ചേച്ചി പറഞ്ഞിരുന്നതിലും കഠിനമായിരുന്നു ചേച്ചിയുടെ അവസ്ഥ. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ചേച്ചിയുടെ റൂമിലേക്ക് കയറിയപ്പോഴേ ചേച്ചി എന്നോട് പറയുകയാണ്, മോളെ സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ, നിനക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചേച്ചി എന്ന് പറഞ്ഞ് അടുത്ത് ചെന്ന് ആ കട്ടിലിനോട് ചേർത്ത് ഒരു സ്റ്റൂളിട്ട് ചേച്ചിയോട് സംസാരിക്കാനിടയായി. ചേച്ചി പറയുകയാണ്, ആരും ഇല്ലാത്ത സമയത്ത്
ഡ്രസ്സ് പോലും ഇട്ടാൽ ഈ തൊലി പോയിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഒരയുമ്പോൾ അതികഠിനമായ വേദന അനുഭവപ്പെടാറുണ്ട്. രാത്രിയിൽ ഉറക്കമൊക്കെ വളരെ കുറവാണ്. എങ്കിലും പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്. ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ 2 പ്രാവശ്യം ചിന്തിച്ചു, ഞാൻ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയാൽ ഇങ്ങനെ മറ്റൊരാളോട് സംസാരിക്കാൻ പോലും എനിക്ക് സാധിക്കുമോ? ശാരീരികമായി ഏറെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെല്ലാവരും കൂടെയുണ്ട്. എങ്കിലും അവർക്കും ബുദ്ധിമുട്ടാകുമല്ലോ എന്ന ഒരു ചിന്ത ഈ ചേച്ചിയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പോകാൻ ഹോസ്പിറ്റലുകളൊന്നുമില്ല. അവരൊക്കെ പറഞ്ഞു ഇനി പ്രത്യേക ചികിത്സയൊന്നും ചെയ്യാനുമില്ല. അതുകൊണ്ട് മരണത്തെ കാത്തിരിക്കുന്ന ചേച്ചിയുടെ സംസാരം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഏകദേശം 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. ചേച്ചിയുടെ മുഖത്ത് തേജസ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു പ്രകാശം എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്രയേറെ സഹനത്തിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോഴും ചേച്ചി പറയുകയാണ്, എന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഏകദേശം ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരങ്ങളിലും അധികം ആരും ഇങ്ങോട്ട് കടന്നു വരികയില്ലെങ്കിലും കടന്നു വരാൻ എനിക്ക് തന്നെ മടിയുണ്ടെങ്കിൽ പോലും ഏറെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതേ അവസ്ഥയിൽപ്പെട്ട അനേകം ആളുകൾ നിരാശയിലും ദുഃഖത്തിലും സ്വയം വെറുപ്പിലുമൊക്കെ കടന്നു പോകുന്നത് കാണാനിടയായ ഒരു വ്യക്തിയാണ് ഞാൻ. ചേച്ചി എത്ര സമയമാണ് ശ്വാസം മുട്ടലുണ്ട്, ശ്വാസം എടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് പോലും തോന്നി തുടങ്ങി ചേച്ചിയെ കൊണ്ട് ഇത്രയധികം സംസാരിപ്പിക്കണമോ. ചേച്ചി പറഞ്ഞുകൊണ്ടേയിരുന്നു. പറഞ്ഞതെല്ലാം ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എനിക്ക് മനസ്സിലായി, ദൈവികമായ ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, വേദനയില്ലേ? ചേച്ചി പറഞ്ഞു, വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ എന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. മാനുഷികമായിട്ടുള്ള എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെയുള്ള വ്യക്തിയാണ്. എങ്കിലും എനിക്ക് എല്ലാ മാസത്തിലും കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. TV ചേച്ചി കിടക്കുന്ന റൂമിലായതിനാൽ ശാലോം TV-യിലൂടെ ഒരുപാട് ദൈവ അനുഗ്രഹം നിറഞ്ഞ പരിപാടികൾ പറ്റുമ്പോഴെല്ലാം ചേച്ചി ചെയ്യാറുണ്ട്. കിടക്കുന്ന തലയണയുടെ തൊട്ടടുക്കലായിട്ട് ജപമാലയും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഞാൻ കാണുകയുണ്ടായി. കണ്ണിന് അല്പം കാഴ്ച മങ്ങലുണ്ട് എന്നതൊഴിച്ചാൽ ഈ ഡെയിലിയുള്ള പ്രാർത്ഥനകളെല്ലാം ചേച്ചി ചെല്ലാറുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചേച്ചിയുമൊത്ത് ചിലവഴിച്ച ആ സമയം ഒരു പാട്ട് പാടാനായിട്ട് ചേച്ചി ആവശ്യപ്പെട്ടു. ഞങ്ങൾ 2 പേരും ചേർന്ന് ഒരു ഭക്തിഗാനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ളത് ആലപിച്ചു. അതിനുശേഷം ഒന്നിച്ചിരുന്ന് കുറേയേറെ നേരം പ്രാർത്ഥിച്ചു. കുറേ വചനങ്ങൾ പറഞ്ഞു. ചേച്ചി അത് ഏറ്റു പറയുന്നുണ്ടായിരുന്നു. ആ വചനങ്ങളെല്ലാം ചേച്ചിക്ക് ഹൃദിസ്ഥമായിരുന്നു എന്ന് തന്നെ പറയാം. പ്രിയപ്പെട്ടവരെ, പോരാനിറങ്ങിയ സമയത്ത് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് 2 കവിളിലും ഉമ്മ കൊടുത്തതിന് ശേഷമാണ് അന്ന് പിരിയാനിടയായത്. ചേച്ചി എന്നോട് ചോദിച്ചു, നിനക്ക് അറപ്പ് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു, ചേച്ചി, ദൈവം നേരിട്ട് ചേച്ചിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എന്തിനാണ് യേശുവിൻ്റെ പ്രതിരൂപമായ ഒരു മനുഷ്യനെ അറപ്പും വെറുപ്പും ഒക്കെ കലർന്ന ഭാവത്തോടെ നോക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്? ഉള്ളിലുള്ള ദൈവത്തെയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ചേച്ചി ഇന്ന് ഈ ലോകത്തിലില്ല. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി എങ്കിലും എനിക്ക് പ്രാർത്ഥനയിൽ ലഭിച്ച ഏതാനും വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങിയത്. ഇതിന് നേരെ വ്യത്യസ്തമായ ഒരനുഭവം കൂടെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ കാണുകയുണ്ടായി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു സുഹൃത്താണ്. കഴുത്തിന് വേദനയുണ്ട്, കശേരുക്കൾക്ക് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് ദിനം പ്രതിയുള്ള ജോലി നിർവഹണത്തിലും അനുദിന കാര്യങ്ങൾ നിർവഹിക്കുന്നതിലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ജീവിത സൗകര്യങ്ങളുടെയും നടുവിൽ വണ്ടിയിൽ
യാത്ര ചെയ്തപ്പോൾ കഴുത്തുവേദന കൂടിയെന്നും എണീറ്റ് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും, എന്താണ് എനിക്കിങ്ങനെ ഈ അസുഖം, ഇനി ഞാൻ എത്ര നാൾ ഈ അസുഖവുമായിട്ട് മുന്നോട്ട് പോകും, ജീവിതം തന്നെ ഭാരപ്പെട്ട അവസ്ഥയിലായി എന്ന് പറയുന്നതും ഞാൻ ചിന്തിക്കാൻ ആരംഭിച്ചു. ദൈവം കൂടെയുള്ള വ്യക്തികൾ ഏത് കഷ്ടപ്പാടിൻ്റെയും രോഗത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ ആനന്ദിക്കാൻ സാധിക്കും. ദൈവം ശക്തമായി കൂടെയില്ലാത്ത വ്യക്തികൾക്ക് ചെറിയ സഹനങ്ങൾ പോലും ഭാരമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവം പ്രത്യേകം കൃപ കൊടുത്ത ഏതാനും വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ വീണ്ടും ചിന്തിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ചേച്ചി, ഞാൻ ചെന്ന സമയം മുതൽ കുടുംബാംഗങ്ങളോട് എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എത്ര സന്തോഷത്തോടെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിക്കണമെങ്കിൽ തീർച്ചയായും ഹൃദയത്തിൽ ദൈവം ഉണ്ടാവണം. നമുക്കിതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങളിലേക്ക് ഒന്ന് കടന്ന് ചിന്തിക്കാം. സഭാപ്രസംഗൻ്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക? ദൈവം കൂടെയുള്ള വ്യക്തികളിലാണ് ഹൃദയത്തിൻ്റെ ആനന്ദം അനുഭവപ്പെടുക എന്നാണല്ലോ ഈ വചനം കാണിക്കുന്നത്. നമുക്കിതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലൂടെ ഒന്ന് കടന്ന് ചിന്തിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വചനം ഇങ്ങനെ പറയുന്നു: അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും വചനങ്ങളും എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആനന്ദം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കട്ടെ, ദൈവികമായ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തികളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കില്ലേ? വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73-ാം അധ്യായം 28-ാം വചനം ഇങ്ങനെ പറയുന്നു: എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം, ഞാൻ അങ്ങയെ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയാൽ എന്തുമാത്രം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആനന്ദിക്കാനുള്ള വക അതിലുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് ഒരു നൈമിഷികമാണ്. ഒരു നിമിഷത്തേക്ക് സന്തോഷം തോന്നും, അടുത്ത നിമിഷം നാം വീണ്ടും ദുഃഖകരമായ ചിന്തകളിലേക്ക് കടക്കുകയും ചെയ്യും. എന്നാൽ ആനന്ദിക്കുന്ന വ്യക്തി, അവരുടെ മുഖം സദാ പ്രസന്നമായിരിക്കും. കാരണം അവർ ആശ്രയിക്കുന്നത് ശക്തനായ ദൈവത്തിലാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 24-ാം വചനം ഇങ്ങനെ പറയുന്നു: അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. തീയിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും കടന്നു പോകുമ്പോഴും കർത്താവ് ഉള്ളിലുണ്ടെങ്കിൽ ഒരു തരം ആനന്ദം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും, സംശയമില്ല. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 47-ാം വചനം ഇങ്ങനെ പറയുന്നു: അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ഏത് കഷ്ടപ്പാടിൻ്റെ നടുവിലും ശക്തമായി പിടിച്ചു നിൽക്കാനുള്ള എത്രയോ വചനങ്ങളാണ് നാം ബൈബിളൊന്ന് തുറന്നാൽ നമ്മൾക്ക് ബലം പകരുന്നത്. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വചനം ഇങ്ങനെ പറയുന്നു: അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു, അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവിക ജ്ഞാനത്തെയും ദൈവവചനത്തെയും അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് അതിരാവിലെ തന്നെ നിറയും എന്നാണ് പറയുക. വചനം വായിച്ച് അതിൽ വിശ്വസിച്ച് അതൊരു ഊന്നുവടി പോലെ പിടിച്ച് ഒരു ദിവസം ആരംഭിച്ചാൽ സംശയം വേണ്ട, അതിരാവിലെ തന്നെ ആനന്ദം നിറയുന്ന ഒരു വ്യക്തി ആ ആനന്ദം പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നതിൽ സംശയം വേണ്ട. യെശയ്യായുടെ പുസ്തകം 51-ാം അധ്യായം 11-ാം വചനം ഇങ്ങനെ തന്നെ പറയുന്നു:
കർത്താവ് വീണ്ടെടുത്തവർ സിയോനിലേക്ക് ഗാനാലാപത്തോടെ തിരിച്ചു വരും. നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കടന്നു പോകുമ്പോഴും കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എനിക്ക് നിത്യജീവൻ നൽകും, ഈ സഹനങ്ങളും വേദനയും എല്ലാം സ്വർഗഭാഗ്യത്തിലേക്കാണ് എന്നെ നയിക്കുന്നത് എന്ന് ഹൃദയത്തിൽ തിരിച്ചറിയുന്ന വ്യക്തി ആനന്ദിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത്? യെശയ്യായുടെ പുസ്തകം 61 അധ്യായം 10 ഇങ്ങനെ പറയുന്നു: ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ലോകത്തിലുള്ള ഒരു വസ്തുക്കളിലും ഒരു ആളുകളിലും ആനന്ദം കൊള്ളാൻ നമുക്ക് സാധിക്കില്ല. കാരണം നിത്യമായ ആനന്ദം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 22 ഇങ്ങനെ പറയുന്നു: എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത എന്നിവയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക്, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന വ്യക്തികൾക്ക് സദാസമയവും ആനന്ദം തന്നെയായിരിക്കും. 1 സാമുവേൽ 2 അധ്യായം 1 ഇങ്ങനെ പറയുന്നു: ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടക്കുമ്പോഴും കർത്താവ് കൂടെയുണ്ട്. എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദർശിച്ച വ്യക്തികളാണ് നാം ഓരോരുത്തരും. എങ്കിലും ചില സമയം കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കാതെ നമുക്ക് പോകാറില്ലേ? ജോബിൻ്റെ പുസ്തകം 22 അധ്യായം 26 ഇങ്ങനെ പറയുന്നു: നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖം ഉയർത്തുകയും ചെയ്യും. എന്തെല്ലാം പോരായ്മകളിൽ കൂടെ കടന്നു പോയാലും കർത്താവിലേക്ക് നോക്കിയാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും: നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് ആനന്ദിക്കാനായി വേണ്ടത്? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 32 അധ്യായം 11 ഇങ്ങനെ പറയുന്നു: നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, പരമാർത്ഥ ഹൃദയരെ ആനന്ദിച്ച് ആർത്തു വിളിക്കുവിൻ. നീതിമാന്മാരുടെ ലക്ഷ്യം മുഴുവൻ കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനയും വചനവുമാണ്. അത് പാലിക്കാൻ പറ്റാതെ വരുന്ന സമയം മാത്രമേ ഒരു നീതിമാന് വിഷമം തോന്നുകയുള്ളൂ. അതിനാൽ ഒരു നീതിമാന്റെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ടേയിരിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായം 4 ഇങ്ങനെ പറയുന്നു: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ആഗ്രഹങ്ങൾ സാധിക്കാൻ ഒരല്പം വൈകിപ്പോയാൽ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റായ അനുഗ്രഹം തരാൻ വേണ്ടി കർത്താവ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത്. ആയതിനാൽ നമുക്ക് താമസം നേരിടുമ്പോഴും ആനന്ദിക്കാൻ സാധിക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 14 സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ലൗകികമായി ആളുകൾ ആനന്ദിക്കുന്നത് നാം കാണാറുണ്ട്. അത് സമ്പൽ സമൃദ്ധിയുടെ മടിത്തട്ടിലായിരിക്കും. എങ്കിലും ഏറ്റവും വലിയ ധനവാൻ പോലും ചില സമയം കടുത്ത നിരാശയിലും ദുഃഖത്തിലും അമരുന്നത് നാം കണ്ടിട്ടില്ലേ? നമുക്ക് വചനങ്ങളിൽ പ്രത്യാശ വയ്ക്കാം. ലൗകികമായിട്ടുള്ള കാര്യങ്ങളല്ല ആനന്ദത്തിന് അടിസ്ഥാനം എന്ന് തിരിച്ചറിയുന്നോ അന്ന് ദൈവത്തിലേക്ക് നമ്മുടെ ആനന്ദം വഴി തിരിച്ചു വിടപ്പെടുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? വീണ്ടും സഭാപ്രസംഗൻ്റെ പുസ്തകം 11 അധ്യായം 8 ഇങ്ങനെ പറയുന്നു: ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ. ഇവിടെ നാം ദൈവകൽപ്പനയോട് കൂട്ടിച്ചേർത്ത് ഈ വചനത്തെ വായിക്കേണ്ടതാണ്. എത്ര കാലം ദൈവം തന്നാലും ഒരിക്കലും പരാതി പറയരുത്. അക്കാലം അത്രയും
ദൈവത്തിൽ ആനന്ദിക്കാനും ദൈവത്തോട് നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി നന്ദി പറയാനും നമുക്കാകുമെങ്കിൽ ആനന്ദത്തിൻ്റെ അനുഭവം തന്നെയായിരിക്കും നമുക്കും ഉണ്ടാവുക. ഇനിയും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാം വചനം. നമ്മുടെ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. അമ്മ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമുക്ക് ബൈബിളിൽ കൂടെ കടന്നു പോകുമ്പോൾ അറിയാം, മാനുഷികമായി ചിന്തിച്ചാൽ ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പക്ഷേ ഉത്തരം കിട്ടാത്ത പല ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും മാതാവ് പറഞ്ഞ വചനം ഇതാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഒരിക്കൽ പോലും നിരാശയുടെ ഒരു സ്വരമോ ഒരു ഭാവമോ പരിശുദ്ധ അമ്മയിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ആ ആനന്ദം അമ്മയോട് പ്രാർത്ഥിക്കുന്ന എത്രയോ മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ലേ? വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഹബക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വചനം. നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരമായ ഒരു വചന ഭാഗമാണത്. ആ വചനങ്ങളിലേക്ക് കടന്നെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ്റെ മനസ്സിലെ ദുഃഖവും വിഷമവും. 16-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ കേട്ടു, എൻ്റെ ശരീരം വിറയ്ക്കുന്നു, മുഴക്കം കേട്ട് എൻ്റെ അധരങ്ങൾ ഭയന്നു വിറയ്ക്കുന്നു. എൻ്റെ അസ്ഥികൾ ഉരുകി, എൻ്റെ കാലുകൾ പതറി. ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശബ്ദനായി കാത്തിരിക്കും. ഏറെ കലുഷിതമായ ഒരവസ്ഥയിലാണ് അടുത്ത വചനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ വീണ്ടും ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഉറച്ച വിശ്വാസത്തോടെ പറയുകയാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവ് ദാനമായി തന്ന പലതും, അത് വ്യക്തികളാകാം, വസ്തുവകകളാകാം, ദാനങ്ങളാകാം, എപ്പോഴെങ്കിലും ഇല്ലായ്മ വരുമ്പോൾ നമുക്ക് ആനന്ദിക്കാതിരിക്കാൻ യാതൊരു വകുപ്പും ഇല്ല എന്നാണ് ഹബക്കുക്ക് പ്രവാചകൻ്റെ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളിൽ ആനന്ദിക്കുന്ന വ്യക്തികളെ നാം കാണാറുണ്ട്. വചനം അതിനും ചില മാർഗനിർദ്ദേശം നമുക്കായി വയ്ക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 16-ാം അധ്യായം 2-ാം തിരുവചനം, ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ അതിൽ ആനന്ദിക്കരുത്. നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും ദൈവവചനത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൽ ആനന്ദിക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 31-ാം വചനം, അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസ പാത്രമായി തീരും. ലൗകികമായിട്ടുള്ള ആനന്ദമൊന്നും ശാശ്വതമല്ല. വളരെ കുറച്ച് കാലത്തേക്ക് ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മറ്റുള്ളവരുടെ പരിഹാസത്തിന് നിന്ദയ്ക്കും നാം വിധേയരാകുന്നത് എത്രയോ പേരുടെ അനുഭവങ്ങളിൽ നാം കണ്ടറിഞ്ഞിട്ടുണ്ട്. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം തിരുവചനം, ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനങ്ങളിലൂടെ കടക്കാം. നമ്മുടെ മനസ്സുകളെ, ചിന്തകളെ എല്ലാം ദൈവത്തിൽ അർപ്പിക്കാം. പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരായിരിക്കാം നാം. എങ്കിലും നമ്മുടെ മുഖം സദാ പ്രകാശിക്കുന്നുണ്ടോ? എസ്തഫാനോസ് പറഞ്ഞതുപോലെ കല്ലേറിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി യേശുവിനെ അവിടെ ദർശിക്കാൻ സാധിച്ചാൽ ഈ കിട്ടുന്ന കല്ലേറൊന്നും സഹനമാകുകയല്ല. പകരം ദൈവത്തിൽ ആനന്ദിച്ച്, കർത്താവേ, എന്നെ ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ,
ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ദാനമാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവെ അങ്ങ് ദാനമായി നൽകിയതാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല കർത്താവെ. അങ്ങിൽ ആനന്ദിക്കാൻ വേണ്ട കൃപയാലും അനുഗ്രഹത്താലും അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ എല്ലാ കഷ്ടതയുടെയും നടുവിലും മധ്യത്തിലും രോഗത്തിലും ദീനതയിലും ഒക്കെ കർത്താവെ അങ്ങിൽ ആനന്ദിക്കാൻ വേണ്ട കൃപാവരത്താൽ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ലോകത്തിലുള്ള ഒരു വസ്തുക്കളിലും ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കാതെ അങ്ങയുടെ വചനവും അങ്ങയുടെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിലും അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതിലും ശാശ്വതമായ ആനന്ദം ലഭിക്കാൻ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങ് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസുഖത്താൽ വലയുന്ന ഒരുപാട് മക്കളെ കർത്താവെ, ഒരുപാട് വേദന സഹിക്കുന്നവരെ ഈശോയെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ അങ്ങ് ചേർത്ത് പിടിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നതേമേ, സ്തുതിക്കുന്നതേമേ, സ്തോത്രം ചെയ്യുന്നു. ഈശോയെ, ഓരോന്നും ഞങ്ങൾക്ക് നിത്യജീവൻ തരുന്നതാണ് എന്ന് മനസ്സിലാക്കി അങ്ങയോട് ചേർന്ന് നിന്ന് ആനന്ദിക്കുവാൻ വേണ്ട അനുഗ്രഹം എല്ലാ മക്കൾക്ക് ലഭിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ പറഞ്ഞതുപോലെ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ എല്ലാ ജീവിതാനുഭവങ്ങളെയും അങ്ങ് മാറ്റണമേ. അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ ആനന്ദം കൊണ്ട് കർത്താവെ ഇത് ശ്രവിക്കുന്ന എല്ലാ മക്കളെയും നിറയ്ക്കണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.